ജാഥാ സ്വീകരണത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു. ഇത് ഞങ്ങളാരെങ്കിലും ഈ ജാതിയിലുള്ളത് കൊണ്ടോ നയിക്കുന്നത് കൊണ്ടൊന്നുമല്ല. ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി മനുഷ്യൻ്റെ മനസ്സെന്താണ്. ഇവിടെ UDF-കാരെല്ലാം പറയാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായ വമ്പൻ പ്രതിഷേധമാണ് ജനങ്ങളുടെ മനസ്സിൽ അലയടിക്കുന്നത് എന്നാണ്. ശുദ്ധാസംബന്ധം. ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഗവൺമെൻറ്റിന് ഒരു തുടർച്ചയുണ്ടാവണം, കേരളത്തിൻ്റെ ഭാവിക്ക് അത്യാവശ്യമാണ് എന്ന്. ഓരോരുത്തരുടെയും മനസ്സ് വായിക്കുമ്പോൾ ഞങ്ങൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം അതാണ്. കേരളത്തിൻ്റെ ഇന്നത്തെ നിലയിലുള്ള വളർച്ച, ഇനി അങ്ങോട്ടുള്ള വളർച്ച, ഇതാണ് കേരളത്തിലെ ജനങ്ങളുടെ സ്വപ്നം. കേരളം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. കേരളം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്നത്തെ തലമുറക്കത് മനസ്സിലാവില്ല. സത്യം പറഞ്ഞാൽ VMS ആണ് അതിനെപ്പറ്റി വിശകലനം ചെയ്ത് വിശദീകരിച്ചത്. ജാതി, ജന്മി, നാടുവാഴി വ്യവസ്ഥ. ആ ജാതി, ജന്മി, നാടുവാഴി വ്യവസ്ഥയുടെ കാലത്ത് മനുഷ്യനെ പോലെ ജീവിക്കാൻ പാവപ്പെട്ട മനുഷ്യന് അവകാശമുണ്ടായിരുന്നില്ല. അവർ അടിമതുല്യം ജീവിച്ച ഒരു ജനതയാണ് ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും തമ്മിൽ, നിഴലുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കൂടാ. RSകാർ പറയുന്ന മഹത്തായ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ പാരമ്പര്യമാണ്. സനാതന ധർമ്മകാലം. ഏതോടെ നിന്റെ സനാതന ധർമ്മകാലം ഏത് കാലത്തെ പറ്റിയാണ്? മനുഷ്യരടിമകളെപ്പോലെ ജീവിച്ച കാലത്തെ പറ്റിയാ. ബ്രാഹ്മണ്യം, ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ കാലം, ജാതി വ്യവസ്ഥയുടെ അരങ്ങേറ്റം. അന്ന് എന്തും ചെയ്യാൻ ഭൂപ്രമാണിമാർക്ക് അവകാശമുണ്ടായിരുന്നു. ഭൂപ്രമാണിമാർ വിചാരിച്ചാൽ എന്തും നടക്കും. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആദ്യത്തെ വധുവിനെ വരൻ്റെ സമ്മതത്തോടെ ജന്മിയുടെ വീട്ടിലേക്ക് അയക്കുന്ന കാലം. അതിനേത് സനാതനധർമ്മ, അതിൻ്റെ പേരെന്താ? കല്യാട്ടശമാനും കരക്കാട്ടിടം നായനാരും അന്ന് മനുഷ്യനെ കെട്ടിത്തൂക്കി കൊല്ലാനുള്ള കൊലമരം തയ്യാറാക്കിയ കാലം. അത് ഏത് സനാതനധർമ്മ? മനുസ്മൃതിയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്രാഹ്മണന്റെ ഏത് അറ്റം വരെ പോകാം, എവിടം വരെ തൊടാം, എവിടം വരെ തൊട്ടുകൂടാ എന്ന് തീരുമാനിക്കുന്ന പുസ്തകത്തിൻ്റെ പേരാ ഈ മനുസ്മൃതി എന്ന് പറയുന്നത്. മനുസ്മൃതി വേറെ എന്തോ ദേവപുസ്തകം പോലെ ഒന്നാണെന്നാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. ബ്രാഹ്മണ്യ കാലഘട്ടത്തിലെ മനുഷ്യനെ കൊള്ളയടിച്ച, ചൂഷണം ചെയ്ത, അവൻ്റെ ജീവിതത്തെ താറുമാറാക്കിയ അതിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ഈ പറയുന്ന മനുസ്മൃതി. എന്നിട്ട് ചാതുർവർണ്ണ്യം, ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും, 4 വർണ്ണം. അതിൻ്റെ പുറത്തുള്ളവരെല്ലാം അവർണ്ണർ, വർണ്ണമില്ല, തൊട്ടുകൂടാതവർ, തീണ്ടിക്കൂടാതവർ. അവരായിരുന്നു 85% ഈ കേരളത്തിൽ, ഇന്ത്യയിലും. ഈ പറയുന്ന ചാതുർവർണ്ണ്യത്തിൻ്റെ ഭാഗമായിട്ട് 15%. ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്. ഇവിടെ അത്യപൂർവം ബ്രാഹ്മണർ കഴിഞ്ഞാൽ എവിടെ ക്ഷത്രിയര് കേരളത്തിൽ? എവിടെയാണ് വൈശ്യർ കേരളത്തിൽ? ശൂദ്രരുണ്ട്. ശൂദ്രരെന്ന് നമ്മൾ നായർ നമ്പ്യാരൊക്കെ ഉൾപ്പെട്ടതാണ് ശൂദ്രര്. അവർക്ക് വൈത്തമുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള. പക്ഷെ അവർ സവർണരാണ്, വർണ്ണമുണ്ട്. അതിൻ്റെ താഴെയുള്ള മുഴുവൻ മനുഷ്യരും അവർണരല്ലേ? അവർക്ക് തൊട്ടുകൂടായ്മയില്ലേ, തീണ്ടിക്കൂടായ്മയില്ലേ? ഇതാണ് നമ്മുടെ അനുഭവം. അങ്ങനെയുള്ള ഒരു കാലത്ത് കേരളത്തിലെത്തിയപ്പോഴാണ്, കേരളം എന്ന് പറയാൻ കേരളമില്ല, 3 കഷ്ണമാണ്, മലബാറും തിരുവിതാംകൂറും കൊച്ചിയും. ആ 3 ഉള്ള സന്ദർഭത്തിലാണ് വിവേകാനന്ദൻ, സ്വാമി വിവേകാനന്ദൻ, ഹിന്ദു ഐഡിയോളജിയുടെ ലോകവ്യാപകമായ പ്രചാരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ വക്താവ് അതായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ആ സ്വാമി വിവേകാനന്ദനെ ക്ഷേത്രത്തിൽ കയറ്റിയിട്ടില്ല ഈ കേരളത്തിൽ. എന്നിട്ടാണ് പറഞ്ഞത് ഇതൊരു ഭ്രാന്താലയമാണെന്ന്. ഭ്രാന്താലയം കേരളം. ഞാൻ കേരളം എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, അന്ന് കേരളം ഇല്ലല്ലോ. ഭ്രാന്താലയമാണ്, ഇതൊരു ഭ്രാന്താലയമാണ്. അന്ന് തന്നെയാണ് മനുഷ്യനെ മൃഗീയമായിട്ട് എന്തും ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞൊരു അവകാശമുണ്ടായിരുന്ന ജന്മികൾ, ഭൂപ്രമാണിമാർ. വായിക്കുമ്പോൾ ഇപ്പോഴും പ്രയാസം തോന്നുന്ന എത്രയെത്ര കഥകൾ, സംഭവങ്ങളുണ്ട് കേരളത്തിൽ.
കുട്ടനാടൻ പ്രദേശത്തെ ഭൂപ്രമാണിമാരെന്താ ചെയ്തത്? അവിടെ ചിറകളുണ്ട്. ചിറ എന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടിവെച്ച വെള്ളമാണ്. അവിടെ ജലം ഉപയോഗിച്ചുകൊണ്ടാണ് കൃഷി. ആ ചിറ ഉറക്കണം. അത് ഉറപ്പില്ല പോലും. സാധാരണ നിലയിൽ ഉറപ്പില്ല. ചിറയിൽ ഉറപ്പിക്കാനാവില്ല. അങ്ങനെ ചിറ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറുമകനെ, പാവപ്പെട്ട മനുഷ്യനെ ജീവനോടെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ചളിയിൽ മുക്കി അവിടെ അവൻ്റെ ശരീരത്തിലെ എല്ലും അതുപോലെ തന്നെ രക്തവും മജ്ജയും മാംസവും എല്ലാം അടിച്ചു കൂട്ടി എന്നിട്ട് ചിറ ഉറപ്പിച്ച കാലം. അതാണ് നിന്റെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആർഎസ്സുകാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വത്തിൻ്റെ ഭാവനാപൂർവമായ ഒരു കാലത്രേ. ഇതാണ് ഈ കേരളത്തിൻ്റെ ചിത്രം. ഇതാണ് ഭൂതകാല ചരിത്രം. ഈ ഭൂതകാല ചരിത്രത്തെ മറന്ന് നമുക്ക് കേരളത്തെ പറ്റി പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരു കാലത്തെ ആധുനിക കേരളമാക്കി ആരാ മാറ്റിയേ? എങ്ങനെയാ മാറിയേ? കോൺഗ്രസ് ആണോ? BJP ആണോ? ഈ കേരളം ലോകത്തിന് മാതൃകയാവുന്ന രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 10 ബഡ്ജറ്റുകളിൽ കേരളത്തെ കാണാൻ BJP ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. നമുക്കൊന്നും തന്നിട്ടില്ല. ഇപ്രാവശ്യവും ഇല്ല. ഇപ്രാവശ്യം ആകെ നമ്മൾ തന്നത് പത്രങ്ങളെല്ലാം പറഞ്ഞു ആമയും മുട്ടിയാണ് നമുക്കുള്ളത് കേരളത്തിന്. ആമി മുട്ടി നല്ലത്. ആമയങ്ങ ആമ, മുട്ടിയങ്ങ മുട്ട. വേറെ ഒന്നും കിട്ടിയില്ല. റെയിലും ഇല്ല, വിദ്യാഭ്യാസ എയിംസ് ഇല്ല, ഒന്നുമില്ല. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്രാവശ്യത്തെ 10ാമത്തെ അല്ല 11ാമത്തെ ബഡ്ജറ്റിൻ്റെ ഭാഗമാണ്. നല്ല ഇതേവരെയുള്ള മുഴുവൻ ബഡ്ജറ്റും കേരളത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. കേരളത്തെ ഒരു സംസ്ഥാനമായിട്ട് അംഗീകരിക്കുന്നില്ല BJP. അത് നമ്മളോടുള്ള വിരോധമാണ്, ഇടതുപക്ഷത്തോടുള്ള വിരോധമാണ്. അതിൽ ഞങ്ങൾക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. സ്വന്തം കാലിൽ നിന്ന് കേരളത്തെ നിങ്ങൾ അടയാളപ്പെടുത്തുന്നില്ല എങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയാം, ഈ കേരളത്തെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്താനുള്ള ശേഷി നേടിയ നാടാണ് ഈ കേരളം. ഭൂപടം ഇന്ത്യയിൽ മാത്രമല്ലല്ലോ, ലോകത്തും. അതാണ് ഈ കേരളത്തിന്റെ പ്രത്യേകത. അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ചൈന കഴിഞ്ഞാൽ അടുത്ത നാട് ഈ കേരളമാണ്. അതാ ഞാൻ പറഞ്ഞ ലോകത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുത്തിയതാണ്. ഒരു മുതലാളിത്ത സമൂഹത്തിലും അത് സാധിച്ചിട്ടില്ല. നമുക്കിവിടെ സാധിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കേരളത്തെ ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് നയിക്കാൻ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ജാഥയിൽ ഞങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നത്. ഒന്ന്, വർഗീയതയെ ഫലപ്രദമായി പ്രതിരോധിക്കണം. വർഗീയതയെ ഫലപ്രദമായി പ്രതിരോധിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിനിടയിൽ നിരവധി വർഗീയ ശക്തികൾ തലപൊക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരു വർഗീയ കലാപവും വർഗീയ സംഘർഷവും നടത്താൻ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവസരം നൽകിയിട്ടില്ല. അത്രയും ഞാൻ പറഞ്ഞാൽ ഗവൺമെന്റിനായി മെറിറ്റ്. എന്നാൽ ഒപ്പം തന്നെ ആ മെറിറ്റ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ജനങ്ങളുടെ മാനസിക നിലവാരം, മതനിരപേക്ഷതയോടുള്ള കൂറ്, മാനവികത ഉയർത്തിപ്പിടിക്കാനുള്ള ശേഷി, ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു ജനാവലിയാണ് കേരളത്തിൽ എന്നുള്ളത് കൊണ്ടാണ് ഗവൺമെന്റിന് ഫലപ്രദമായ നിലപാട് സ്വീകരിക്കാനും വർഗീയതയെ പ്രതിരോധിക്കാനും സംഘടനകളും അതുപോലെ തന്നെ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളും കേരളത്തിൽ നടത്താൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തത്. എന്നാൽ തെളിനീരൊഴുകുന്ന 44 നദികളുള്ള നാടാണ് കേരളം. ഈ ലോകത്ത് തന്നെ അപൂർവട്ടോ 44 നദികൾ. നല്ല തെളിനീരാണ്. ഇപ്പോഴും BJP, RSS, സംഘപരിവാർ വിഭാഗം അതിൽ കൊടും വിഷം ചേർക്കുകയാണ്. തെളിനീരൊഴുകുന്ന നമ്മുടെ നദിയിലേക്ക് കൊടും വിഷം ഉറ്റിക്കുകയാണ്. കുറച്ച് മതി. ഇത് ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ട് RSSഉം BJPയും നടത്തുമ്പോൾ അതിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളും രംഗത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരും കലക്കാൻ ശ്രമിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി, പിന്നെ ക്രിസ്ത്യാനിയുടെ പേരും പറഞ്ഞ് കാസ. ഇതെല്ലാം നമ്മുടെ നാട്ടിന് അപമാനകരമായ അവസ്ഥ സൃഷ്ടിക്കുന്ന വർഗീയ ശക്തികളാണ്. ഇതിനെ പ്രതിരോധിക്കാനാവുന്നില്ല എങ്കിൽ ഈ കേരളം ഉണ്ടാവില്ല. വെറുതെ ഒരു പ്രസംഗം നടത്തി പോകാനല്ല യാത. അതിൻ്റെ ജാഗ്രത വേണം. ഈ കേരളം ഉണ്ടാവില്ല.
വർഗീയതയെ പ്രതിരോധിക്കാനുള്ള കരുത്താർക്കാ? ഇതാണ് നിങ്ങളെക്കാണ് ഈ നിൽക്കുന്ന ഈ ജനസഹസ്രത്തിന്. നമ്മൾ വിചാരിക്കാതെ, ജനകീയമായ ഉരുതലില്ലാതെ, പ്രതിരോധമില്ലാതെ നമുക്ക് വർഗീയതയെ പ്രതിരോധിക്കാനാവില്ല. ഈ നിൽക്കുന്നതും ഇരിക്കുന്നതുമായ വിവിധ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അവരെല്ലാം മിക്കവാറും വിശ്വാസികളാണ് എന്ന് എനിക്കറിയാം. അല്ലേ? ഈ ഇരിക്കുന്നതും നിൽക്കുന്നതും ഒക്കെ അവിശ്വാസികളാണ് ആണോ? നല്ല വിശ്വാസികളുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരു വിശ്വാസിയും വർഗീയവാദിയല്ല. ഒന്നും കൂടി പറയാ, ഒരു വിശ്വാസിയും വർഗീയവാദിയല്ല. ഇനി ഒന്നും കൂടി പറയാ, വർഗീയവാദിക്ക് വിശ്വാസമില്ല. വർഗീയവാദി ശ്രമിക്കുന്നത് രാഷ്ട്രീയാധികാരത്തിലേക്ക് കടക്കാനുള്ള ചവിട്ടുപടിയായി ജാതിയെയും മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിക്കുന്നവരാണവർ. അവർ വിശ്വാസികളൊന്നുമല്ല. അവർക്ക് വിശ്വാസം ഒരു പ്രശ്നമല്ല, രാഷ്ട്രീയാധികാര പ്രശ്നം. ഈ രാഷ്ട്രീയാധികാരത്തിന് വേണ്ടി ജാതിയും മതവും ഉപയോഗിച്ച് ജനങ്ങളെ ഛിന്ന ഭിന്നമാക്കുകയാണ്. അവരബോധം സൃഷ്ടിക്കുകയാണ്. അന്യരാണെന്ന ബോധം സൃഷ്ടിക്കുകയാണ്. നമുക്ക് അന്യരാണെന്ന ബോധം സൃഷ്ടിക്കുകയല്ല വേണ്ടത്. നമ്മളെല്ലാം ഒന്നാണെന്ന ബോധമാണ് കേരളത്തിൻ്റെ പൈതൃകം. അതാണ് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അതുപോലെ തന്നെ നമുക്കറിയുന്ന വൈകുണ്ഠ സ്വാമികൾ, എത്രയെത്ര ആചാര്യന്മാരാണ്. നമ്മുടെ ഇങ്ങോട്ടേക്ക് മലബാറിലേക്ക് വരുമ്പോൾ വാഗ്ഭടാനന്ദൻ ഉൾപ്പെടെ എത്ര ആളുകളാണ്. ഇവരെല്ലാം ചേർന്ന് കൃത്യമായിട്ട് രൂപപ്പെടുത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് ദേശീയ പ്രസ്ഥാനം. അതിൻ്റെ തുടർച്ചയിലാണ് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനം. ഇതെല്ലാം ചേർന്ന് രൂപപ്പെടുത്തിയതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ മനുഷ്യൻ്റെ മനസ്സ്. ആ മനസ്സ് തകർന്നാൽ, ആ മനസ്സിലുള്ള ഐക്യബോധം തകർന്നാൽ, ഈ മാനവീയ മൂല്യങ്ങൾ തകർന്നാൽ പിന്നെ ഈ കേരളം ഉണ്ടാവില്ല. കേരളത്തെപ്പറ്റി നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം. കേരളത്തെ പോലെ ഈ ജനത സാന്ദ്രത, ഇതുപോലെ വിന്യസിപ്പിക്കപ്പെട്ട ഒരു രാജ്യം, ഒരു നാട്, ഈ ലോകത്ത് പോലെ ഇവിടെയില്ല കേട്ടോ. ഞാനിത് അതിശയോക്തി പറയുന്നതല്ല. 3 സാർവദേശീയ മതം. ഏതൊക്കെയാ 3 സാർവദേശീയ മതം? 1 ഹിന്ദു, 2 മുസ്ലിം, 3 ക്രിസ്ത്യാനി. 48% മുസ്ലിമും ക്രിസ്ത്യാനിയാണ്. 52% ഹിന്ദു എന്ന് പറയുന്നവരാണ്. അല്ല, ഹിന്ദു എന്നല്ല കേട്ടോ, അവർ അംഗീകരിക്കുന്നില്ല ഹിന്ദു. പക്ഷെ 52% അങ്ങനെയാണ്. ഇതുപോലെ ലോകത്ത് ഈ റേഷ്യോവിൽ വിന്യസിക്കപ്പെട്ട 3 സാർവദേശീയ മതം അങ്ങനെയുള്ള ഒരു നാട് ഈ ലോകത്ത് എവിടെയും വേറെയില്ല. അപ്പോഴാണ് മതസൗഹാർദ്ദത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ അല്ലെങ്കിൽ മതനിരപേക്ഷതയുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനാവുക. അത് ഈ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്തിലാണ് ഉറച്ചു നിൽക്കുന്നത് എന്ന കാര്യം ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതില്ല എങ്കിൽ എന്താവും കേരളത്തിന്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്തതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. ഈ കേരളം നിലനിൽക്കണമെങ്കിൽ പണ്ട് MD പറഞ്ഞു, MD വാസുദേവൻ നായർ. ഈ കേരളം കണ്ട മഹാപ്രതിഭകളിൽ ഒരാളായിരുന്നു. ഇതിനിടെ കുറച്ചു മുമ്പ് അന്തരിച്ച MT വാസുദേവൻ നായർ കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, പാർട്ടിക്കകത്തുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ വധിവെച്ചുകൊണ്ടുള്ള പുറത്തെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില സമൂഹ പരമ്പരകൾ നടന്നപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ചിലർ പോയിട്ട് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി CPM-നെതിരായി ഒരു പ്രധാനപ്പെട്ട നോട്ടീസ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്, അതിൽ നിങ്ങൾ ഒപ്പിടണം എന്ന് കുറേ ആളുകൾ പോയിട്ട് MT വാസുദേവൻ നായരെ കണ്ടു പറഞ്ഞു. എല്ലാവരും വിചാരം എന്താ? MD ഇതിന്റെ മുമ്പിൽ ആദ്യം ഒപ്പിടുന്ന, എന്നിട്ട് ആദ്യത്തെ പേര് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഒപ്പിടാൻ, പ്രമാണിമാർക്ക് ഒപ്പിടാൻ വേണ്ടി. എന്നിട്ടാണ് ആ കടലാസം കൊണ്ട് MD വാസുദേവൻ നായർ അടുത്ത് പോയത്. വീട്ടിൽ ചാരുകസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ ഇത് ഇങ്ങനൊരു പ്രമേയമുണ്ട്, ഞങ്ങളെല്ലാം ഒപ്പിട്ടിട്ടുണ്ട്, ഇനി നിങ്ങളെപ്പോലുള്ളവരുടെ കൂടി ഒപ്പ് ശേഖരിച്ച് ഞങ്ങളിത് പ്രസിദ്ധീകരിക്കാൻ കൊടുക്കുകയാണ് എന്ന് MD വാസുദേവൻ നായരോട്. ചാരുകസേര അദ്ദേഹത്തെ അറിയുന്നവരറിയും. ഞങ്ങൾ ആ വീട്ടിലെല്ലാം പോയാൽ കാണുന്നതാണ്. ഒരു ചാരുകസേരയുണ്ട്, ആ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മൗനിയാണല്ലോ, ഒന്നും അധികം സംസാരിക്കില്ല. അവർ കൊടുത്ത കടലാസ് വായിച്ചു. ഒപ്പിടാൻ വേണ്ടിയിട്ട് കൊടുത്ത സ്ഥലവും കണ്ടു.
ആ MD പറഞ്ഞു ഞാനിതിൽ ഒപ്പിടില്ല. സംശയമൊന്നും ഉണ്ടായില്ല, ചില സംശയം ഉണ്ടായിരുന്നു, അവരെല്ലാം ഒപ്പിട്ടിട്ടുണ്ട് സംശയക്കാർ. MD പറഞ്ഞു ഞാനിതിൽ ഒപ്പിടുന്ന പ്രശ്നമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി വിമർശനമൊക്കെ ഉണ്ടാവും, പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിൽ പിന്നെ ഈ കേരളമില്ല എന്ന കാര്യം നിങ്ങൾ ഓർത്തോ എന്ന് പറഞ്ഞത് ഞങ്ങളല്ല, പറഞ്ഞത് MT വാസുദേവൻ നായരാണ്. ഈ കേരളമില്ലെങ്കിൽ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിൽ ഈ കേരളം ഇല്ല എന്ന് ഇതിനിടെ ദേവസ്വം ബോർഡിന്റെ ചെയർമാനായിട്ട് നമ്മൾ തീരുമാനിച്ച അതിന് മുമ്പേ തന്നെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ദേവകുമാർ IAS അദ്ദേഹം പറഞ്ഞു ഈ നിസ്വ ജനവിഭാഗത്തെ ഒരു വർഗപ്രസ്ഥാനമായിട്ട് ശക്തിപ്പെടുത്തിയത്, തൻ്റെ അടി വർഗമാക്കിയത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ പാർട്ടിയില്ലെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന്. ഞാൻ ആ ചരിത്രമൊന്നും വിശദീകരിക്കാൻ സമയമില്ലാതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. വർഗീയതക്കെതിരായി പൊരുതുന്ന കേരളത്തിലെ ജനങ്ങളുടെ കരുത്താരാണ് എന്ന ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം പറയുന്നു, അത് വിശ്വാസികളാണ്. വിശ്വാസികളല്ലാതെ യുക്തിവാദികളും കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരുടെ വട്ടക്കാരുമല്ല. ഈ വിശ്വാസികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് വർഗീയതക്കെതിരായി പൊരുതാൻ സാധിക്കൂ. ആ പൊരുതൽ ശക്തിപ്പെടുത്തേണ്ടുന്ന ഒരു കാലായത്. ഇല്ലെങ്കിൽ ഞാൻ ഇവരെല്ലാം പറഞ്ഞതുപോലെ ഈ കേരളം ഉണ്ടാവില്ല. ഈ കേരളത്തെ തകർക്കാനാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന കോർഡിനേറ്റർ ആരാണെന്ന് വെച്ചാൽ VD സതീശനാണ്. മുമ്പ് നമ്മൾ കോലി ബി സഖ്യം പറഞ്ഞിട്ടുണ്ട്. കോലി ബി ഞാൻ കോൺഗ്രസ്, ലീഗ്, BJP സഖ്യം. ഇപ്പൊ ഒന്നുകൂടി ചേർത്തിട്ടുണ്ട്. കോൺഗ്രസ്, ലീഗ്, BJP, ജമായത്ത് ഇസ്ലാമി. ഈ മൂന്നിനെയും കോർത്തിണക്കുന്ന കോർഡിനേറ്ററാണ് VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവല്ല ചേരുക, ഇതിന്റെ കോർഡിനേറ്ററാണ് എന്നതാണ്. ഇതാണ് VD സതീശൻ. VD സതീശൻ എന്നോട് എന്നെപ്പറ്റി പറയുകയാണ്, ഞാൻ കളവാണ് പറയുന്നത്, ഓർമ്മശക്തിയില്ല. എനിക്കാണ് ഓർമ്മശക്തി ഇല്ലാതെ നിരന്തരം കളവ് മാത്രം പറയുന്ന നുണ ഒരു മഹാരോഗം പോലെ പിടിപെട്ട VD സതീശനാണ് യഥാർത്ഥത്തിൽ ആ രോഗത്തിന്റെ ഉടമ. ഞങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ടെന്ന് വിചാരിച്ചാണ് ഈ ജാഥ. ഇപ്പൊ അദ്ദേഹം ജാഥ തുടങ്ങിയപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കെന്തോ തകരാറാന്നാണ്. ഞാനും പിണറായി വിജയനും ജയിച്ചത് ജമായത്തെ ഇസ്ലാമിന്റെ വോട്ട് കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. തളിപ്പറമ്പും ധർമ്മോട് പറയാനോ, കഴിഞ്ഞ പ്രാവശ്യം 20,000 അടുത്ത് വോട്ടിന് ജയിച്ച ആളാണ് ഞാൻ. അതിനു മുമ്പ് 1000-1500 വോട്ടിന് ജയിക്കുന്ന മണ്ഡലമായിരുന്നു തളിപ്പറമ്പ്. തളിപ്പറമ്പിൽ ആദ്യത്തെ പ്രാവശ്യം 19,000-20,000 വോട്ടിലാണ് ഞാൻ ജയിച്ചത്. രണ്ടാമത്തെ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്, മൂന്നാമത്തെ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. അത് ജമായത്തെ ഇസ്ലാമിന്റെ വോട്ട് കൊണ്ടൊന്നുമല്ല. ജമായത്തെ ഇസ്ലാമിന്റെ വോട്ട് കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കേണ്ട കാര്യമില്ല എന്ന് പരസ്യമായ നിലപാട് സ്വീകരിച്ചവരാണ് ഞങ്ങൾ. എന്നാൽ ജമായത്തെ ഇസ്ലാം കുറെ കൊല്ലങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വ്യക്തികളെ നോക്കി, സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യുമെന്ന്. അങ്ങനെ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട്, BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലീഗിന് വോട്ട് ചെയ്തിട്ടുണ്ട്, CPM-ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ തീരുമാനം. CPIM ഇന്നേ വരെ ജമായത്തെ ഇസ്ലാം ഉൾപ്പെടെയുള്ള ഒരു വർഗീയ ശക്തിയുമായിട്ടും ഒരു രാഷ്ട്രീയ മുന്നണിയും ഈ കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കുകയുമില്ല. ഇത് പറയാൻ VD സതീശനാവോ? ഗോൾവാൾക്കറുടെ മുമ്പിൽ പോയി സാക്ഷാത് നമസ്കരിക്കുന്ന കാഴ്ച കണ്ടവരല്ലേ നമ്മൾ? BJP, RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യശാസ്ത്രക്കാരനാണ് ഗോൾവാൾക്കർ. ഗോൾവാൾക്കറുടെ പടത്തിന് മുമ്പിൽ പോയിട്ട് ശാസ്ത്രാവും. അപ്പൊ ഞാൻ പുസ്തക പ്രകാശത്തിന് പോയതാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. അല്ല, RSSന്റെ പരിപാടിയായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. പിന്നെ ഒരു അക്ഷരം പറഞ്ഞില്ല. കളവിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ശരിയായ രീതിയിൽ പിടിക്കപ്പെട്ടാൽ അതിന്റെ മേലെ ഒരു പ്രതികരണം ഇല്ലാതിരിക്കുക. ഇതാണ് ഇദ്ദേഹത്തിന്റെ ഒക്കെ നിലപാട്. അപ്പൊ ഈ കേരളമായിട്ട് നിൽക്കണം. അതിന് വർഗീയതക്കെതിരായ പോരാട്ടം വേണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് എല്ലാ സഹാക്കളും. വികസനം, കേരളത്തിന്റെ വികസനം. കേരളം വളരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുത്തണം. എങ്ങനെയാ വളരുക? നമ്മുടെ കയ്യിൽ പണമുണ്ടോ? ഇല്ല. കേന്ദ്ര ഗവൺമെന്റ് പണം തരുമോ? ഇല്ല. പിന്നെന്താ വഴി? പറഞ്ഞാട്ടെ, എന്താ വഴി? നമ്മളെങ്ങനെയാ വളർന്നത്? ഈ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്? വെറുതെ പൊതുയോഗത്തിൽ വന്നാൽ പോരാ, ധാരണ വേണം. പറ, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നമ്മൾ അഭിമുഖീകരിച്ചത്? പിരിവെടുത്തിട്ട് കേരളത്തിലെ വികസനം നടത്താനാണ്. പിരിക്കാൻ പൈസ വേണ്ട ഇവിടെ. അല്ലല്ല, അവർ പറയുന്നത്
കിഫ്ബി അദ്ദേഹം പറഞ്ഞതാണ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, കുടുക്കം കിട്ടിയിട്ടില്ല, ഇതിന് കൈ പിരിച്ചിട്ടുണ്ടാക്കാന്നോ വേണം പിരിച്ചിട്ടുണ്ടാക്കാൻ. കിഫ്ബിയാണ്. നമ്മൾ ഗവൺമെന്റ് വിചാരിച്ചാൽ സാധിക്കില്ല, കേന്ദ്ര ഗവൺമെന്റോട് തരുകയും ചെയ്യില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, കിഫ്ബി. അപ്പോൾ ഈ പിടി സതീശൻ എന്താ പറഞ്ഞേ? എന്താ ഓർമ്മയുണ്ടോ പറഞ്ഞത്? ഓർമ്മ വേണം. പിടി സതീശൻ പറഞ്ഞു, ഇത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം, ഇത് കിഫ്ബി മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നടക്കാതെ കാര്യമാണെന്നും. ഒരു വികസനത്തിനും ഈ UDF നമ്മളൊപ്പമില്ല, BJP ഇല്ല, നമുക്കെതിരാണ്. വിഴിഞ്ഞം പോർട്ട് വരുമ്പോൾ അതിനെതിരെ കലാപം നടത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചവരാവില്ല. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു കലാപത്തിന്റെ ഭാഗമായിട്ട്. അങ്ങനെ ഒരു തുറമുഖം വേണ്ടെന്നാണ് ഞങ്ങളുടെ ഒരേ ഒരു അജണ്ട. വിമോചന സമരം നടത്തുന്നതാണ് അന്നത്തെ KPCC പ്രസിഡന്റ് പറഞ്ഞത്. ആലോചിച്ച് നോക്കിയിട്ട് KPCC പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റാണ് വിമോചന സമരം നടത്തുന്നത്. അതിനൊപ്പം നിന്നിട്ടാണ് VD സതീശൻ. ഇവരെല്ലാം കൂടി ചേർന്ന് കിഫ്ബി വേണ്ട പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും നാഷണൽ ഹൈവേ 66 പണ്ട് വേണ്ടെന്ന് പറഞ്ഞതല്ലേ? ഉമ്മൻചാണ്ടി തിരിച്ചടച്ചതല്ലേ? ഇപ്പൊ ഞങ്ങൾ കേരളത്തെ വീണ്ടെടുക്കുമെന്നാണ് പറയുന്നത്. വീണ്ടെടുക്കുമെങ്കിൽ ഈ നാഷണൽ ഹൈവേ ഇല്ലാണ്ടാക്കുവോ? വേലി കിട്ടുവോ? ഞാൻ UDFകാരോട് ചോദിക്കുക, നിങ്ങൾ നാഷണൽ ഹൈവേക്ക് വേലി കിട്ടുവോ? അത് പറ്റൂലാതെ നിങ്ങൾ പറഞ്ഞു. അന്നും പറഞ്ഞു, ഇന്നും പറഞ്ഞു. പേമാരി വന്നപ്പോൾ അവിടെ ഇവിടെയും ചെറിഞ്ഞാൽ പൊളിഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, പൊട്ടിപ്പോയി. ഏത് നാഷണൽ ഹൈവേ പൊട്ടിപ്പോയി? നിങ്ങൾക്ക് എന്തൊരാഹ്ലാദം! ഈ കേരളത്തിൽ ഒരു വികസനവും വരാതിരിക്കാൻ വേണ്ടി വഴിമുടക്കികളായി നിൽക്കുകയായിരുന്നു ഈ കാലം 10 കൊല്ലവും നിങ്ങൾ. പക്ഷെ ഞങ്ങൾ കിഫ്ബിയുടെ ഭാഗമായിട്ട് 5688 കോടി എഴുതിക്കോ. 5688 കോടി ഈ കിഫ്ബി മുഖേന കൊടുത്തിട്ടാണ് നാഷണൽ ഹൈവേ വന്നത്. ഇല്ലെങ്കിൽ നാഷണൽ ഹൈവേ ഇല്ല. ഇതിന്റെ ഇങ്ങേ ഭാഗത്ത് പോകുന്ന മലയോര ഹൈവേ ഉണ്ടില്ലേ? മലയോര ഹൈവേ നിങ്ങൾ അടുത്തേക്കൂടിയല്ലേ പോകുന്നത്? മലയോര ഹൈവേ 10,000 കോടിയാണ്. ഇതിന്റെ തീരപ്രദേശത്തെ പോകുന്ന നാഷണൽ ഹൈവേയുടെ അപ്പുറത്തെ ഭാഗത്തെ പോയിക്കൊണ്ടിരിക്കുന്ന തീരദേശ ഹൈവേ ഉണ്ട്, 10,000 കോടിയാണ്. നമ്മുടെ സ്കൂളുകൾക്ക്, ആശുപത്രികൾക്ക്, പാലങ്ങൾക്ക്, റോഡുകൾക്ക് ഒക്കെ കോടിക്കണക്കിനാണ്. പശ്ചാത്തല സൗകര്യം മുഴുവൻ ഈ കേരളത്തിന്റെ ലോകോത്തരമായ രീതിയിൽ വികസിച്ചു. വളരെ പ്രധാനപ്പെട്ട മുന്നേറ്റം കണ്ടില്ലേ നമ്മൾ? ഇപ്പോഴും തുരങ്കപ്പാത, എവിടെയാ തുരങ്കപ്പാത? ഇതെല്ലാം അറിയണ്ടേ നമ്മൾ? ഞങ്ങളോട് പറയാനും പറയുന്നത് നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും അറിയുന്നില്ല എന്നാണ്. കുറച്ച് ശരിയുണ്ട്, കാരണം ഈ യോഗത്തിനൊക്കെ ചോദിച്ചാൽ കിട്ടുന്നില്ല. എവിടെയാ തുരങ്കപ്പാത? വയനാട് ചുരം പലപ്പോഴും ഇടിഞ്ഞിട്ടും അല്ലാണ്ടും കുഴപ്പമാണ്. എല്ലാ കാലത്തും ബ്ലോക്കാണ്. 2-3 മണിക്കൂറും ഒരു പോലീസ് 7 പോസ്റ്റ് വേണമെന്നാ അവിടുത്തെ സഹാക്കൾ എന്നോട് പറഞ്ഞത്. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് കേരളത്തിലെ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്തു. 20 കിലോമീറ്റർ ദൂരം ലാഭം കിട്ടുന്ന ഒരു 8-9 കിലോമീറ്റർ നേരെ തുരന്ന് കയറുക. കോഴിക്കോട് ജില്ലയിൽ നിന്ന് അങ്ങോട്ട് തുരന്ന് കയറുക. തുറക്കം ആരംഭിച്ചിരിക്കുകയാണ്. എന്താ പറഞ്ഞത് VD സതീശൻ? ഞങ്ങളുടെ ശവത്തിൽ കയറിയിട്ട് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ എന്നാണ്. എന്തൊരു കഥയാണ്! വയനാട്ടുകാർക്ക്, കോഴിക്കോടുകാർക്ക്, കേരളക്കാർക്ക് വയനാട് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഒരു 20 കിലോമീറ്റർ ലാഭവും കിട്ടും. ഒരു തരത്തിലുള്ള കുഴപ്പമില്ലാണ്ട് പോവുകയും ചെയ്യുക. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് തുറക്കുകയാണ്. ഒരു പരിസ്ഥിതി ആഘാതവും ഇല്ല. അപ്പോഴാ പറഞ്ഞത് ഞങ്ങളുടെ ശവശരീരത്തിൽ കയറിയിട്ടേ പോകാൻ പറ്റുള്ളൂ. നിന്റെ ശവശരീരത്തിൽ കയറാണ്ട് തന്നെ ആ തുരങ്കം ഉണ്ടാക്കും. ആ തുരങ്കത്തിലൂടെ വാഹനം പോവുകയും ചെയ്യും. ഇപ്പൊ തുറക്കാൻ തുടങ്ങുകയാണ്. എത്രയാ കോടി? എഴുതിക്കോ, 2134 കോടി. ഈ കിഫ്ബിയാ കൊടുത്തെ കിഫ്ബി. അതാ കിഫ്ബി. ഇന്ന് കോഴിക്കോട് വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി കഴിഞ്ഞു. അത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അവയവങ്ങൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയക്ക് വേണ്ടി ഒറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് മാത്രം. കണ്ണു മാറ്റാം, കരൾ മാറ്റാം, വൃക്ക മാറ്റാം, അതുപോലെ തന്നെ ഹൃദയം മാറ്റാം, എല്ലാം മാറ്റാം. കൈയും കാലും എല്ലാം മാറ്റാം. പണ്ടത്തെ പോലൊന്നുമല്ല ഇന്ന് മാറ്റാം. മസ്തിഷ്കാഘാതത്തിന്റെ ഭാഗമായിട്ട് മരിച്ചുപോയ ചെറുപ്പക്കാരികൾ അവരെല്ലാം സംഭാവന ചെയ്യുന്നുണ്ട് അവരുടെ അവയവങ്ങൾ. 10-11 ആൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണെന്നല്ല, അതിന് സാധിക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് ഗവൺമെന്റ് ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കേന്ദ്രം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കേന്ദ്രം, അത് കോഴിക്കോട് ഇന്ന് ശിലാസ്ഥാപനം ചെയ്തു. വളരെ വേഗം പണി പൂർത്തിയാക്കി ഇവിടെ ആ പരിപാടി നടക്കും.
ആരാ പണം കൊടുത്തത്? 619 കോടി. ചെറിയ പൈസ 619 കോടി കെട്ടിടം ഉൾപ്പെടെയുള്ള കാര്യം വീണ്ടും വരും. അതിന് കിഫ്ബിയാ കൊടുത്തത്. കിഫ്ബി, ഇതാ കിഫ്ബി. നമ്മുടെ നാട്ടിലെ റോഡുകൾ മുഴുവൻ മെച്ചപ്പെട്ട റോഡായി. പാലം മുഴുവൻ പുതിയ പാലങ്ങൾ നിർമ്മിച്ച് പുതുക്കി. എല്ലാ അർത്ഥത്തിലും കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനം നടത്തി. ഇപ്പോൾ ഇന്നത്തെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് അവർ ഇറക്കിയ പരസ്യത്തിൽ അവർ പറഞ്ഞത് 1,00,000 കോടി റുപ്യയുടെ നിക്ഷേപമാണ് ഈ കേരളത്തിൽ കിഫ്ബി മുഖേന മാത്രം നടന്നത്. 1,00,000 കോടി. അത് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാവനാപൂർവമായ ഇടപെടലില്ലെങ്കിൽ എവിടെ ഈ 1,00,000 കോടി കേന്ദ്ര ഗവൺമെന്റ് തരികയും ചെയ്യില്ല, കേരളത്തിലെ ഗവൺമെന്റിന്റെ കയ്യിൽ പോയ പൈസ. അപ്പോൾ 1,00,000 കോടി ഇങ്ങനെയാ ഉപയോഗിച്ചത്. ഈ കേരളത്തിന്റെ മുന്നോട്ടേക്കുള്ള ഗതി അതാണ്. പശ്ചാത്തല സൗകര്യം ശരിയായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അതിനാണ് 2000 രൂപയാക്കിയത് പെൻഷൻ 62 ലക്ഷത്തിന്. കേരളത്തിലെ ജനസംഖ്യ നല്ലൊരു ഭാഗമായി 62 ലക്ഷം. ഇങ്ങനെ ഓരോന്ന് എല്ലാ വിഭാഗങ്ങൾക്കും ഞാൻ പറയുന്നില്ല, അംഗൻവാടിക്കാർക്ക്, ആശാ വർക്കർമാർക്ക്, അതുപോലെ പ്രേരകന്മാർക്ക്, എല്ലാവർക്കും ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ ഇവിടെ ഈ കേരളത്തിൽ അവർക്കെല്ലാം ആനുകൂല്യങ്ങൾ നൽകി ജനതയെ കൈചേർത്ത് നിർത്തി ദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ്. അതിദാരിദ്ര്യം അവസാനിച്ചത്, ഇനി ദാരിദ്ര്യം അവസാനിപ്പിക്കാനാണ്. ഈ വികസന പരിപ്രേക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടേക്ക് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വികസനത്തെ പറ്റിയെല്ലാം ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഈ കേരളത്തെ ഒരു പുതിയ കേരളമാക്കണം. വിജ്ഞാന സമൂഹം നമുക്കെതിരായിട്ട് എന്തെല്ലാം കള്ള പ്രചാരവേദിയാണ് കഴിഞ്ഞ പ്രാവശ്യം. SIR ആരാ കൊണ്ടുവന്ന്? പിണറായി വിജയനല്ലേ എന്ന് ലീഗുകാർ വീട്ടിൽ കയറിയിട്ട്, ജമാഅത്ത് ഇസ്ലാമുകാരൻ വീട്ടിൽ കയറിയിട്ട് ഈ പിണറായി വിജയനല്ലേ കൊണ്ടുവന്നേ. അപ്പൊ ശരിയാണ് ചോദിച്ചത്, പെൻഷൻ തന്നതോ, പെൻഷൻ കണ്ടായിലാക്കിയല്ലോ. എടാ, അത് നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പൈസയെല്ലാം തരും, പെൻഷനൊക്കെ തരും, എന്നിട്ട് SIR വരും. അവസാനം നിന്നെ പാകിസ്ഥാനെ കൊണ്ടുവരും. ആരെങ്കിലും പിന്നെ പേടിച്ചിട്ട് അനങ്ങുവാണ്, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ കൊണ്ടുപോകും. നമ്മുടെ നാട്ടില് നട്ടാൽ മുളക്കാത്ത രീതിയിലെ കളവല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇടതുപക്ഷ പാർട്ടികളും ഇടതുപക്ഷ ജനാധിപത്യങ്ങളും ലീഗും BJPയും തമ്മിലാണ് അന്തർധാര എന്നിവിടെ പ്രസംഗിച്ചില്ലേ? ജമാഅത്ത് ഇസ്ലാമിയും ലീഗും ഈ മുന്നണിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും മറ്റത്തൂർ പഞ്ചായത്തിൽ ജയിച്ചു വന്ന കട്ടെണ്ണ ഒറ്റ അടിക്കല്ലേ BJP കളഞ്ഞ ഒറ്റയടിക്ക് BJP. ലീഗ് കോൺഗ്രസ് ആയിട്ട് ജയിക്കുക, അല്ലെങ്കിൽ UDF ആയി ജയിക്കുകയാണ്, കട്ടെണ്ണയെ ജയിച്ചിട്ടുള്ളൂ. ആ വെട്ടും BJP ആയി. എന്നിട്ട് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നു. ഒരു ഉൾപ്പുമില്ലാണ്ട് തുടരുകയാണ്. ഇത് പല സംസ്ഥാനത്തിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഇവിടെയും തുടങ്ങി. കുമരകത്ത് അങ്ങനെയല്ലേ? കേരളത്തിന്റെ പല ഭാഗത്ത് എന്തിന്? തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് UDFന് 41 സീറ്റിൽ 1000-ൽ കുറവായ വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ആ 41-ലാണ് BJP ജയിച്ചത്. BJPയെ ജയിപ്പിക്കുക, അതിന്റെ എന്തെങ്കിലും പങ്ക് ഇങ്ങോട്ട് കിട്ടുന്നിട്ട് അതുകൊണ്ടേക്ക് വാങ്ങുക. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ കോർഡിനേറ്ററായിട്ട് വെടി സതീശൻ പ്രവർത്തിക്കുക, ജമാഅത്തെ ഇസ്ലാമി പോലീബി സഖ്യത്തിന്റെ വക്താക്കളായിട്ട്. ഇതിൽ ഞങ്ങൾക്കെതിരായിട്ട് പ്രചാരവേല. ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശബരിമല പ്രശ്നമായിട്ടായിരുന്നു വലിയ കുഴപ്പം. ശബരിമല, ഈരടി ഇല്ലേ, കേരടി, ഈരടിയൊക്കെ നടത്തി. തോറ്റിയെ കയറ്റി. ആരാ കയറ്റിയെ? ഇപ്പൊ മനസ്സിലായി ആരാ കയറ്റിയെ? ആരാ സഖാക്കളാ കയറ്റിയെ? KC വേണുഗോപാലിന്റെ കാലത്താ കയറിയ ഈ പോറ്റി. അതിപ്പോ പുറത്തു വന്നു. KC വേണുഗോപാലിന്റെ കാലത്ത് കയറി, പിന്നെ ഇടയ്ക്ക് ഇറങ്ങി, പിന്നെ വീണ്ടും കയറി. എല്ലാം UDFന്റെ കാലത്താണ്. കോച്ചിയുമായിട്ടുള്ള എല്ലാ ഇടപാടും അങ്ങനെയാണ്. പേരും കള്ളനാണ് കോച്ചി. നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ലേ? നമുക്കെല്ലാം മനസ്സിലായി. കോച്ചിക്ക് ഒപ്പം ഒരു ചങ്ങായി വേറെയുണ്ട്. അത് ബല്ലാരിയിലാണ്, കർണാടകത്തിൽ. അതാരാ? ഗോവർദ്ധനൻ. എന്താ പേര്? ഗോവർദ്ധനൻ. നല്ല പേരാണ്. കോച്ചിക്ക് എന്താ മോശം? ഉണ്ണികൃഷ്ണനാണ്. രണ്ടും കൂടിയല്ലേ സോണിയാഗാന്ധിയെ കാണാൻ പോയെ? സോണിയാഗാന്ധിയെ കാണാൻ ഈ 2 പെരുങ്കള്ളന്മാർ പോയി. ഒപ്പം പെരുങ്കള്ളന്മാർക്കൊപ്പം 2 കോൺഗ്രസ് നേതാക്കന്മാർ, 3 ഉണ്ട്. 1 മരിച്ചുപോയി. അയാളെ പറ്റി ഞാൻ പറയുന്നില്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ. 2 ഏതൊക്കെയാ? 1 UDFന്റെ കൺവീനർ അടൂർ പ്രകാശ്. 2 ഒരു MP ആണ്, ആന്റണി.
കോൺഗ്രസ് എം പിയാണ്. ഇന്ന് രാവിലെ അടൂർ പ്രകാശനെ SIT ചോദ്യം ചെയ്യാൻ വിളിച്ചു. നല്ലപോലെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ എങ്ങനെയാണ്, എന്താ ചോദ്യം ചെയ്ത് നമുക്കറിയില്ലല്ലോ. എന്തിനാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയത്, ആരാ സോണിയാഗാന്ധിയെ കാണാൻ സൗകര്യപ്പെടുത്തിയത്? സാധാരണ രീതിയിൽ സാധിക്കുന്നതല്ലോ. കരുണാകരന് പണ്ട് സോണിയാഗാന്ധിയെ കാണാൻ പറ്റിയില്ല. എന്നിട്ട് ഈ പെരുങ്കള്ളന്മാർക്ക് കാണാൻ പറ്റി. കൈക്കല്ലെന്തോ കെട്ടിക്കൊടുക്കുന്നുണ്ട് ഒരു ഫോട്ടോയിൽ. എന്താ കൊടുത്തത് നമുക്കറിയില്ല. അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് വരുമ്പോൾ മനസ്സിലാവും. ഇതൊരു കാര്യം. ഇന്നിപ്പോഴും രാവിലെ ചോദ്യം ചെയ്യലിന് ഇറങ്ങിയതിന് ശേഷം ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് പത്രക്കാർ ചോദിച്ചു. മിണ്ടുന്നില്ല. രാഷ്ട്രീയ പ്രേരിതമാണോ എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. പിടിക്കപ്പെട്ട അടൂർ പ്രകാശൻ മിണ്ടുന്നില്ല. മ്ലാനമാണെന്നാണ്, മ്ലാനവനായിരുന്നു എന്നാണ്. നല്ലോണം കിട്ടിയിട്ടുണ്ടാവും ചോദ്യം. അതാണ് വേറെ ഒന്നും കിട്ടാൻ സാധ്യതയില്ലല്ലോ, MP അല്ലേ. ചോദ്യം മറുപടി ഉണ്ടാവില്ല. അപ്പോൾ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ SITക്ക് സാധിക്കണം. വി ഡി സതീശൻ പറയുന്നത് SIT വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്, പക്ഷപാതപരമാണ്. കോടതി പറഞ്ഞു ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. അപ്പോൾ പറഞ്ഞു ജാമ്യം കിട്ടിയിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു ജാമ്യം കിട്ടിയതുകൊണ്ടൊരു കുഴപ്പമില്ല. ഞാനല്ല കേട്ടോ, കോടതി. ഹൈക്കോടതിയുടെ 2 പേരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് അവർ പറഞ്ഞു SIT അന്വേഷണം ശരിയായ ദിശയിലാണ്, ഞങ്ങളുടെ കീഴിലാണ് അന്വേഷണം നടക്കുന്നത്. അപ്പോൾ വി ഡി സതീശൻ പറഞ്ഞു CBI അന്വേഷണം വേണം. കേൾക്കേണ്ട താമസം നേരെ അതിൻ്റെ അനുയായി ആരാ? അനുയായി വേറെ ആരുമല്ല, രാജീവ് ചന്ദ്രശേഖരൻ. നേരെ കോടതി പോയി. അനുയായി കോടതിയിൽ പോയി. പിന്നെ നമ്മൾ ക്ഷേത്ര സംരക്ഷണ സമിതിക്കാരും പോയി. ഒപ്പം വേറൊരു വിഭാഗം പോയി. അതാരാ? ഇതെല്ലാം പത്രത്തിൽ വന്നെയാണ്. അതാരാ? അന്നല്ല, തന്ത്രി സമാജം. ഈ തന്ത്രി പെരുങ്കള്ളൻ ഈ തന്നെയുണ്ട്. തന്ത്രിയെ പിടിച്ചപ്പോൾ BJPക്കാർക്ക് മനസ്സിലായി ഇത് പോക്കാണ്, തന്ത്രിന്റെ വീട്ടിലേക്കാണ്, അല്ലെങ്കിൽ അവരുടെ ആവാസ കേന്ദ്രത്തിലേക്കല്ലേ BJPക്കാരുടെ ഘോഷയാത്ര. തന്ത്രിയാണ് ഇതെല്ലാം ഒപ്പിച്ചതെന്ന് മനസ്സിലായി. തന്ത്രി ഒപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താ? നല്ല സിമെന്റ് ഇട്ട തറ, അതിൻ്റെ മേലെ കൊടിമരം. ആ കൊടിമരം ചെതലെടുത്തു. എവിടെ ചെതലെടുക്കാൻ? സിമെന്റ് തറയിലുണ്ടോ? ചെതല്. അത് മാഷണം തീരുമാനിച്ചു. എല്ലാം സ്വർണ്ണപ്രശ്നം ഇവെല്ലാം കൂടി തന്നെയാ എല്ലാ വർഷവും നടന്നു. മറ്റൊരു കണ്ടറിൽ ഉണ്ടായില്ലോ, ഓർമ്മയില്ലേ? നേരെ പിടിക്കപ്പെട്ടത്. ഞാൻ അത്രയേ പറയുന്നുള്ളൂ. പെണ്ണുങ്ങളൊക്കെ നല്ല പോലെ ഇരിക്കുകയാണ്. പിടിക്കപ്പെട്ടു പോയി. ആ വേഷത്തോടു കൂടി ഞാനും നിങ്ങളെല്ലാം കണ്ടതാണ്. അവസാനം സ്വർണ്ണപ്രശ്നം വെച്ചപ്പോൾ കുഴപ്പമില്ല, പിടിച്ചാലും കുഴപ്പമില്ല. ഇമാതിരി സ്വർണവും പ്രശ്നവും ഇവന് ഓരോരുത്തരും വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായില്ല ഇപ്പോൾ. എന്നിട്ട് ഈ അതായത് ഈ കുടിമരം പുനഃസ്ഥാപിക്കണം എന്ന് തീരുമാനിച്ചു. ചെതലെടുത്തിരിക്കുന്നു. ഒന്നും ചെതലെടുത്തില്ലാന്നാണ് ഇപ്പം വ്യക്തമായത്. ചെതലെടുത്തത് കൊണ്ട് പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അതിൻ്റെ ഉള്ളുകളിൽ ഇപ്പോഴാണ് മനസ്സിലായത്. അതിനുവേണ്ടി പണം പിരിക്കാൻ തീരുമാനിച്ചു. പണം പിരിച്ചു. കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ചു. ആ പിരിച്ച പണം എവിടെയാന്ന് ഇപ്പോൾ കണക്കില്ല. അതുണ്ടാവണല്ലോ അവിടെ കണക്ക്. സ്വർണം പിരിച്ചു. സ്വർണത്തിന് ഈ കണക്കില്ല. ആ കൊടിമരം പൂർണ്ണമായിട്ട് ഒരാൾ സ്പോൺസർ ചെയ്തതാണ്, ഒറ്റ ഒരാൾ. അതുകൊണ്ട് ഈ പണം ഉപയോഗിക്കേണ്ടി വന്നില്ല. ഈ പണം ഇവിടെ പോയി. അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു. കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡായിരുന്നു. കോടതി പറഞ്ഞു അതും അന്വേഷിക്കണം. അതും അന്വേഷിച്ച് വരട്ടെ. ആരെല്ലാമായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് നമുക്കറിയാലോ. ഒരാളാണ് മരിച്ചുപോയത്, ബാക്കിയുള്ളവരുണ്ടല്ലോ. ഇമാതിരിയുള്ള വലിയ അത് മാത്രമല്ല, അവിടെ വാജീവാഹനം എന്ന് പറയുന്ന ഒരു സാധനം ഈ കൊടിമരത്തിന്റെ മേലെയുണ്ടത്രേ. നമുക്കൊന്നും അറിയുന്നതല്ലേ. അതിന് പേര് വാജീവാഹനം എന്നാണ്. ഞാൻ വിചാരിച്ചൊരു ചെറിയ നമ്മുടെ കൊടിയുടെ മേലെ കൊടിമരത്തിന്റെ മേലെ ചെറിയൊരു സാധനം ഇരിക്കുന്നതാണ്. നോക്കുമ്പോൾ എത്രയാ അറിയോ? ഖനം എത്രയാ? ചെറുതൊന്നുമല്ല, 10 കിലോ സാധനം. 10 കിലോ എന്ന് പറഞ്ഞാൽ ഒരു ഇരുമ്പൊന്നല്ല. എന്നാ നല്ല സ്വർണ്ണമൊന്നുമല്ല, 10 കിലോ സ്വർണ്ണയായി എന്നാ പറ. പഞ്ചലോഹത്തിന്റെ മേലെ സ്വർണം പതിച്ചിരിക്കുന്നു, പൊതിഞ്ഞിരിക്കുന്നു. അത് ഈ കോൺഗ്രസിന്റെ കാലത്ത് എടുത്തുകൊണ്ടുപോയിട്ട് ആര് കൊടുത്തു? ഈ തന്ത്രി കൊടുത്തു. തന്ത്രി അതും വാങ്ങി നേരെ വീട്ടിലേക്ക്. ഇപ്പോ തന്ത്രിന്റെ വീട്ടിൽ നിന്ന് അതിങ്ങോട്ട് പിടിച്ചു. 10 കിലോ കൊണ്ട് അപ്പോഴാ മനസ്സിലായേ
അതിൻ്റെ എല്ലാം മൂല്യം എത്രയാ? ഇത്ര വലിയ മൂല്യമുള്ള സാധനം തന്ത്രിക്ക് കൊടുത്തത് എങ്ങനെ? അപ്പോൾ പറയുന്നത് ചെറിയാളുടെ അക്കൗണ്ടിലേക്ക് 2.5 കോടി പോയിന്നാണ്. ഞാനൊന്നും പറയുന്നില്ല, അല്ല അന്വേഷിച്ചോട്ടെ, അന്വേഷിച്ചിട്ട് വരട്ടെ. എന്തായിരുന്നു ആവേശം, ഈരടി പാട്ടും പാർലമെന്റിന് മുമ്പിലെ പാട്ട്. ഇപ്പം എന്താ നിന്റെ എല്ലാം വായില് നാക്കില്ലാണ്ടായോ? കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞപ്പോ BJP കാരനൊക്കെ ഇറങ്ങിയല്ലോ. BJP കാരൻ ഇറങ്ങി സുരേന്ദ്രന്റെ വീട്ടിലേക്ക്. എന്തോടാ ഇപ്പോ ഈ BJP കാരനൊന്നും ഇവന്റെ വീട് മനസ്സിലായിട്ടില്ലേ? ആരെ ചോദ്യം ചെയ്തിട്ടുള്ള അടൂർ പ്രകാശന്റെ വീട് മനസ്സിലായിട്ടില്ലേ? ഉണ്ടെന്നില്ലല്ലോ. ഇതാ ഇവരെ ഐക്യം. UDF കാരനും BJP കാരനും നല്ല ഐക്യത്തിലാണ്. തന്ത്രിയുടെ പ്രശ്നം വന്നപ്പോ തന്ത്രിക്കൊപ്പമായിരുന്നു BJP. അപ്പൊ BJP കാരും ഇപ്പൊ SITക്കെതിരെ. എന്നിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേസ് കൊടുത്തത്. ആ കേസ് കൊടുത്തപ്പോൾ കോടതി പറഞ്ഞു, നിന്റെ ഈ പെറ്റീഷൻ ഒന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്, വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെയാണ് അന്വേഷണം നടക്കുന്നത്, അന്വേഷണം നടക്കട്ടെ എന്ന് അവർ പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് ജാമ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു. കോടതി പറഞ്ഞു ജാമ്യം കിട്ടിക്കോട്ടെ, ഇത് കൊലക്കേസൊന്നുമല്ല, നല്ലതുപോലെ തെളിവ് കിട്ടണം, അതിനനുസരിച്ച് ശിക്ഷിക്കേണ്ടി ചെയ്യും എന്ന് കോടതി പറഞ്ഞു. ഈ വിഡി സതീശൻ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നുണ പറഞ്ഞു കൊടുക്കുക, ഓരോരോ നുണ ഓരോ ദിവസം പറയുക, അത് പൊളിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറെ നുണ പറയുക. ഇങ്ങനെ നുണ വ്യവസായത്തിന്റെ വക്താവാണ് ഈ വിഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്, ഞാൻ നേരത്തെ പറഞ്ഞ കോർഡിനേറ്റർ. ഇതാ കേരളത്തിന്റെ ഒരു അവസ്ഥ. അതുകൊണ്ട് കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നത് നമുക്ക് ജ്ഞാനം, വിജ്ഞാനം, അതാണ് അതിന്റെ അടിസ്ഥാനം. 3,50,000 പുതിയ സംരംഭങ്ങൾ നമ്മളിവിടെ ആരംഭിച്ചിട്ടുണ്ട്. 1.18 ലക്ഷം കോടി രൂപയുടെ പുതിയ വ്യവസായം വരാൻ പോവാണ് ദാവോസിലെ സമ്മേളനത്തിന് ശേഷം. 2 ലക്ഷം കോടി രൂപ നിക്ഷേപിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതിന്റെ 27% നിക്ഷേപം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു പുതിയ കേരളം വരാൻ പോവാണ്. തൊഴിലില്ലായ്മ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. പട്ടിണി മാറ്റൽ മാത്രമല്ല, ദാരിദ്ര്യം അവസാനിപ്പിക്കൽ മാത്രമല്ല, പുതിയ തലമുറക്ക് ജോലി കിട്ടും. എല്ലാവർക്കും ജോലി കൊടുക്കാൻ കഴിയുന്ന പശ്ചാത്തലം കേരളത്തിലുണ്ട്. ലോകത്തിന്റെ വിവിധ മേഖലയിലേക്ക് അവരെ അയക്കാനാവുന്നു. ഇങ്ങനെ വിജ്ഞാന സമൂഹവും വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയും. വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ എന്ന ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ വയനാട് നിന്ന് വന്നപ്പോ ഒരു സ്ത്രീ 2500 ആൾക്കാണ് ജോലി കൊടുത്തത്. ഇതിന്റെ സ്വയം സംരംഭത്തിന്റെ ഭാഗമായിട്ട് 2500 ആൾ കത്തിപ്പോയി. അവര് കരഞ്ഞുകൊണ്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, വലിയ വിഷമം, ഞാൻ 2500 ആൾക്ക് ജോലി കൊടുത്തളിയ. ഓസ്ട്രേലിയ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ മേഖലയിൽ എനിക്കിപ്പോഴും ബന്ധമുണ്ട്. 3 കോടി രൂപയുടെ ഡിമാൻഡ് ഇപ്പോഴുണ്ട്. ഇപ്പൊ നടക്കാൻ പോകുന്ന നോമ്പിന്റെ ഭാഗമായിട്ട് എനിക്ക് 3 കോടി രൂപയുടെ ഓർഡർ ഓസ്ട്രേലിയയിൽ നിന്ന് മാത്രമേ ഉണ്ട്. പക്ഷെ കത്തിപ്പോയി. ഇനി ആ കത്ത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നാക്കാം. 2500 ആളുടെ ജീവിതമല്ലേ ഇത്. ഒന്നും നിങ്ങൾക്കറിയാലോ, കോഴിക്കോട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെല്ലാം വേദനിപ്പിച്ച ഒന്നാണ് മാൻഹോളിൻ്റെ അകത്ത്, അതായത് ഈ അടുപ്പില്ലാതെ നന്നാക്കാൻ വേണ്ടി പോയതിൻ്റെ അകത്ത് ഒരാൾ വീണപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ആ ചെറുപ്പക്കാരൻ കൂടി ചാടി. ആ ചെറുപ്പക്കാരൻ്റെ പേരെന്നാ നൗഷാദ്. നൗഷാദ് ചാടി, ആ ചെറുപ്പക്കാരൻ മരിച്ചു. മരിച്ചപ്പോ കേരളം ഒന്നടങ്കം ജാതി മതം ഒന്നും നോക്കാതെ വേദനിച്ചു. ഞാനും നിങ്ങളെല്ലാം വേദനിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ആ വേദന ഏറ്റുവാങ്ങിയ 4 ചെറുപ്പക്കാരുണ്ട്. അവര് കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ. ആ 4 ആളുകൾ കൂടി ആലോചിച്ചു, ഇനി നൗഷാദ് പോലെയൊരു സംഭവം ഉണ്ടാവില്ല. ഇനി ഈ മാൻഹോളിലേക്ക് മനുഷ്യൻ ചാടുകയോ മനുഷ്യൻ വീഴുകയോ ഇത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനെ ഉപയോഗിക്കുകയോ ചെയ്യാൻ പാടില്ല. അവര് നിരന്തരമായ പഠനത്തിലൂടെ ഒരു പുതിയ ഐഡിയ കണ്ടുപിടിച്ചു, ഒരു ആശയം. റോബോട്ടിക്കിനെ സൃഷ്ടിക്കുക, ശുചീകരിക്കാൻ കഴിയുന്ന, മാൻഹോൾ ശുചീകരിക്കാൻ കഴിയുന്ന റോബോട്ട്. ജെൻസി റോബോട്ടിക് എന്ന് പറയുന്ന ഒരു പുതിയ ശ്രമം. 4 ആള് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമാണ്. ഈ പറയുന്ന പുതിയ ഐഡിയകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ കേരളത്തിൽ ഉണ്ടാക്കിയതാണ് സ്റ്റാർട്ടപ്പ് മിഷൻ. ആ സ്റ്റാർട്ടപ്പ് മിഷൻ എടുത്തു പോയി 4 ആളും. അവർക്ക് നിരാശയായില്ല. അവരെ വാട്ടർ അതോറിറ്റിയിലേക്ക് അയച്ചു. അവരുമായി ചേർന്ന് ഉണ്ടാക്കി.
നാലാളുകൾ അവരുണ്ടാക്കിയതാണ് ഞാൻ ഈ പറഞ്ഞത് ജെയിംസ് റോബോട്ടിക്സ്. നമ്മളിന്ന് കേട്ടോ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഓർഡർ വന്നു ഈ മാൻഹോളിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന റോബോട്ടിക് സംവിധാനം കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഉപയോഗിച്ചു. തിരുവനന്തപുരത്ത് ആമയിഴഞ്ഞാൻ ചാലിൽ വരെ അത് ഉപയോഗിക്കാൻ തുടങ്ങി. ലോകം ശ്രദ്ധിച്ചു. ലോകത്തിൻ്റെ മുമ്പിൽ ഈ ചെറുപ്പക്കാരെത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഐഡിയ ഉണ്ടെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ കടക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതിനാവശ്യമായ പണം നമുക്കിവിടെ സ്വരൂപിക്കാനും കഴിയും. ഇപ്പോഴും 400 ആളുകൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് ആ കമ്പനി മാറി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3.5 ലക്ഷമാണ് സ്വയം സംരംഭകർ. അത് ഈ 2 എണ്ണത്തെ ഞാൻ കൂട്ടിട്ടു. അങ്ങനെ 7 ലക്ഷം. ഇവൻ്റെ ഈ 4 ആളുടെ കമ്പനിയിൽ 400 ആളുണ്ട്. എന്നിട്ട് ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള കമ്പനികൾ ഇപ്പോഴും ഇത് പഠിക്കാൻ വേണ്ടി ഇവരത്തേക്ക് വരികയാണ്. അതിൻ്റെ ഭാഗം അവസാനം വരാൻ പോകുന്നത് ഇവരെല്ലാം മുഴുകി കഴിയുന്ന എനിക്കറിയാം. അതുപോലെ ആണ് ഇവന് 400-500 കോടി കൊടുക്കുന്നു. എന്നിട്ട് അവൻ ഈ ഐഡിയോളജി മുഴുവൻ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകും. ഇതാണ് മുതലാളിത്തത്തിൻ്റെ വേറൊരു സ്ഥിതി. അത് വളരെ അപകടമായിട്ടില്ല. ഞാനത് അതിലേക്ക് കടക്കില്ല. പക്ഷെ ഇത് കേരളത്തിൽ കണ്ടതാണ്. ഇങ്ങനെയുള്ള വ്യാവസായിക ശൃംഖലയാണ് ബുദ്ധിപരമായ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് മൂലധനം എന്ന് പറഞ്ഞാൽ പണം മൂലധനമല്ല, വിജ്ഞാനം, അറിവ്, നോളജ് അതടിസ്ഥാനപ്പെടുത്തിയുള്ള വലിയ രീതിയിലുള്ള സംരംഭങ്ങൾ കേരളത്തിൽ നടക്കും. ഇനി അതിന്റെ ഭാഗമായിട്ട് വിഴിഞ്ഞം, അതുപോലെ തന്നെ എറണാകുളത്തുള്ള വ്യാവസായിക കോറിഡോർ, കോഴിക്കോട് നിന്നുള്ള വ്യാവസായിക കോറിഡോർ മംഗലാപുരത്തേക്ക് ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ ഈ കേരളം ലോകത്തിന്റെ മുമ്പിൽ മുതലാളിത്ത സമൂഹത്തിൽ തന്നെ അതിൽ നിന്ന് വേറിട്ട ഒരു പുതിയ സമൂഹത്തെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മുടെ വികസനം വലിയ വലിയ മുതലാളിമാരുടേതല്ല. അദാനിയെയും അംബാനിയെയും ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കലല്ല. ഈ സമൂഹത്തിലെ ഏറ്റവും പിന്നണിയിൽ കിടന്ന അന്ത്യജർ എന്ന് അംബേദ്കർ വിളിച്ച, നമ്മുടെ പത്രക്കാരെല്ലാം പറയുന്ന അന്യവൽക്കരിക്കപ്പെട്ടവർ എന്ന് പറയുന്ന പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക സമുദായം ഉൾപ്പെടെയുള്ള പിന്നോക്ക ജനവിഭാഗങ്ങളെ ആകെ മുന്നേറ്റത്തിലേക്ക് നയിച്ച് ഈ കേരളത്തെ ലോകത്തിന്റെ നെറുകയിൽ നിർത്താനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വികസന പാതയിലേക്ക് കേരളത്തിന് പോകുന്നതിന് വേണ്ടി വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ വികസനത്തിന്റെ തുടർച്ചയിൽ ഭരണമേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൽ ഇതാ ഞങ്ങൾ സന്നദ്ധമാണെന്ന കൃത്യമായിട്ട് വിളിച്ചു പറയുന്ന മനസ്സാണ് ഞങ്ങൾ ഈ ജാതിയുടെ സമാപനത്തിൽ ഓരോ യോഗത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ ഇവിടെ പങ്കെടുത്ത നിങ്ങളോടെല്ലാം ഉള്ള സന്തോഷവും നന്ദിയും ജാതാംഗങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.